നമസ്തേ. വീണ തൈക്കണ്ടിയുടെ സഹോദരന്റെ പേര് വിവേക് കിരൺ എന്നാണ്. അബുദാബിയിൽ കുടുംബമായി താമസിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വീണ തൈക്കണ്ടി കരിമണൽ കർത്തായിൽ നിന്ന് 1,72,00,000 രൂപ സ്വീകരിച്ചു. GSTയും നൽകി. സ്വീകരിച്ച പണത്തിന് പകരം നൽകിയ സേവനം എന്താണ് എന്നാണ് ED അന്വേഷണം. മടിയിൽ കനമില്ലെങ്കിൽ EDക്കല്ല, സാക്ഷാൽ നരേന്ദ്രമോദിക്ക് വരെ വീണയെ ഒന്നും ചെയ്യാനാവില്ല. കനമുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. വിഷയം പറയാം. 9 സഖാക്കൾ ഇതുവരെ ജയിലിലാണ്. വധശ്രമം, ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, ഇതൊക്കെയാണ് പാവം സഖാക്കൾക്ക് നേരെ ചുമത്തിയ കുറ്റങ്ങൾ. കേന്ദ്ര അന്വേഷണം വരുമോ എന്നും അറിയില്ല. ദിവസക്കൂലിക്ക് അധ്വാനിക്കുന്നവർ ആയിരിക്കാം അവർ. കുട്ടികൾ അടക്കമുള്ള കുടുംബങ്ങൾ കാത്തിരിക്കുന്നവർ ആയിരിക്കാം ആ സഖാക്കൾ. എപ്പോൾ ജാമ്യം കിട്ടും, ജാമ്യത്തുക എത്ര നാൾ കോടതി കയറിയിറങ്ങണം എന്ന് ആർക്കും ഉറപ്പു പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് വീണ തൈക്കണ്ടി കാരണം സഖാക്കൾ അകപ്പെട്ടത്. എന്നാൽ വീണയുടെ സഹോദരൻ വിവേക്, പിതാവ് പിണറായി വിജയൻ, ഭർത്താവ് റിയാസ്, വീണ തൈക്കണ്ടി, ഇവർക്ക് കേസുണ്ടോ? കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടതുണ്ടോ? ഭാവി ഇരുളടയുന്ന വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ടോ? വിവേക് ഇന്നലെയും AC റൂമിൽ ഉറങ്ങിയിട്ടുണ്ടാവും. വീണയും വിജയനും റിയാസും മടിയിൽ കനമില്ലെങ്കിൽ സുഖമായി ഉറങ്ങിക്കാണും. സഖാക്കളോ? വീട്ടിൽ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാതെ ജയിലിലെ വെറും തറയിൽ കൊതുക് കടിയേറ്റ് കിടക്കുന്നുണ്ടാവും. വൃത്തിഹീനമായ ബാത്റൂമും ജയിലിലെ ഭക്ഷണവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആർക്ക് വേണ്ടിയാണ് ത്യാഗം? പാർട്ടിക്ക് വേണ്ടിയാണോ? അല്ല, വീണ തൈക്കണ്ടിക്ക് വേണ്ടി. അവർ നടത്തിയ അനധികൃത ഇടപാട് ചോദ്യം ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതാണ്. പാർട്ടി മെമ്പറാണെന്ന് പോലും ഉറപ്പില്ലാത്ത മകൾക്ക് വേണ്ടി പാർട്ടിയെ തെരുവിലിറക്കിയ പിണറായി വിജയൻ അപ്പോഴും സ്വന്തം മകനെ ഇതിലൊന്നും ഉൾക്കൊള്ളിക്കാതെ ദൂരെ അബുദാബിയിൽ അയച്ച് സംരക്ഷിക്കുന്നു. ഒരാൾ അഴിമതി നടത്തി, അവരും കുടുംബവും സുഖമായി ഉറങ്ങുമ്പോൾ പാവം സഖാക്കൾ ജയിലിൽ കഴിയുന്നു. നഷ്ടം അവരുടെ കുടുംബത്തിന് മാത്രം.